Hi dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ഐസിയിലെ യൂണിറ്റ് 1 ആണ്. അതിൻ്റെ പകുതി പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ബാക്കിയുള്ള വാട്ട് ഈസ് ദി നീഡ് ഫോർ പബ്ലിക് അവയർനെസ് അവിടെ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ആദ്യമേ ഒരു പ്രോവർബാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഏതൊക്കെ കേട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഒരു വർഷത്തേക്ക് ഈ എന്താണ് നെൽകൃഷിയെക്കുറിച്ച് ചിന്തിക്കാം അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാം. 10 വർഷത്തേക്ക് എന്താണ് നമുക്ക് റൈസിന് വേണ്ടി നമ്മൾ കൃഷിയെക്കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ നമുക്കൊരു 100 വർഷത്തേക്കാണ് നമ്മുടെ പ്ലാനിങ് എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറയും. അതായത് ആളുകൾക്ക് അവയർനെസ് ഉണ്ടാക്കുക. സോ എപ്പോഴും അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പബ്ലിക് അവയർനെസ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്ത് വേണം? അവയർനെസ് വേണം. ഓക്കെ, ഇഫ് വി വാണ്ട് ടു പ്രൊട്ടക്ട് ആൻഡ് സസ്റ്റെയിൻ അവർ എർത്ത്, നമുക്കറിയാം എന്താണ്, നമുക്ക് ഡേ ടു ഡേ ലൈഫ് നമ്മുടെ പല ആക്ടിവിറ്റീസ് കൊണ്ട് പൊല്യൂഷൻ ആണെങ്കിൽ നമ്മുടെ എർത്തിനെ നമ്മൾ എന്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, അതിനെ സസ്റ്റൈനബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഒരു എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം അല്ലേ? സോ എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകണം. ആ അവയർനെസ് എങ്ങനെ കിട്ടുകയുള്ളൂ? എഡ്യൂക്കേഷൻ വഴിയേ കിട്ടുകയുള്ളൂ. Okay, so it is absolutely essential to create awareness about environment because എന്തുകൊണ്ടൊക്കെയാണ് നിങ്ങളോട് ചോദിക്കാം, എന്തിനാണ് ആളുകൾക്ക് അവയർനെസ് വേണമെന്ന് പറയുന്നത്? എക്സാമിന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് എന്താണ്? റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജീസ് ലീഡ് ടു അബാൻഡൻ വേസ്റ്റ്. അതായത് നമുക്കറിയാം, ഇപ്പം നമുക്കൊരു ഫോണിന്റെ കേസ് തന്നെ എടുക്കാം. ഓക്കെ, ഇൻ 2000-ലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ നോക്കിയുടെ എല്ലാം കുത്തുന്ന ഫോണായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ടെക്നോളജീസ് വളർന്നു വന്നപ്പോൾ എന്തായി? അത് മാറിച്ചിവിടെ വലിയ ഫോണായി, ടാബ്ലറ്റ്സ് ആയി അല്ലേ? അപ്പം എന്താണ്, ടെക്നോളജീസ് വളരുന്നതനുസരിച്ച് പുതിയ 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 ഡിവൈസുകൾ വന്നു, പുതിയ എന്താണ് സാഹചര്യങ്ങൾ ഒരുങ്ങി അല്ലേ? അങ്ങനെ ടെക്നോളജി ചേഞ്ച് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പഴയ ഫോൺ എന്ത് ചെയ്യും? ഇപ്പം 2 വർഷം നമ്മളൊരു ഫോൺ യൂസ് ചെയ്തു, 2 വർഷം കഴിയുമ്പോൾ ഒരു പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പഴയതിനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങും അല്ലേ? അപ്പം അബാൻഡഡ് വേസ്റ്റ് കൂടി, ടെക്നോളജി വളരുന്നതനുസരിച്ച് വേസ്റ്റുകൾ കൂടി. Okay, so in modern era of development, there is greater inclination for adopting the latest product of technological advancement and discarding the older one as obsolete. Obsolete എന്ന് വെച്ചാൽ എന്താണ്? പഴയതായി പോകും അല്ലേ? പുതിയത് വരുമ്പോൾ എന്താണ്? പഴയതിനെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ഉണ്ട്. കാറുകളാണെങ്കിലും നമ്മളുടെ എന്താണ് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ഐപാഡ്സ്, അതുപോലെ ഇലക്ട്രോണിക് ഗുഡ്സ്. ഇപ്പോൾ ഫ്രിഡ്ജ് ആണെങ്കിലും TV ആണെങ്കിലും അല്ലേ, നമ്മൾ കുറച്ച് വർഷങ്ങൾ മാത്രമേ അത് യൂസ് ചെയ്യുകയുള്ളൂ. പുതിയ ഒരു കാര്യം വരുമ്പോൾ എന്താണ്? നമ്മൾ അതിനെ തള്ളിക്കളയും അല്ലേ? അങ്ങനെ എന്താണ്? ഈ വേസ്റ്റുകൾ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നോക്കുക, അവർ ഫാസ്റ്റ് ആൻഡ് എനർജി ഡിമാൻഡിങ് ലൈഫ് സ്റ്റൈൽ പൊല്യൂട്ട്സ് ദി എൻവയോൺമെന്റ്. പിന്നെന്താണ്? നമ്മളുടെ എനർജി ഡിമാൻഡിങ് ലൈഫ് സ്റ്റൈലാണ് ഈ കാലത്ത് അല്ലേ? അപ്പം അങ്ങനെ എന്തായി? നമ്മൾ ബിസി ലൈഫാണ്, ഫാസ്റ്റ് ലൈഫാണ്. സോ എന്ത് ചെയ്യും? നമ്മൾ മെഷീൻസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? വർക്ക് പെട്ടെന്ന് നടക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ മെഷീൻസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ മെഷീൻസിനെ കൂടുതൽ ഡിപ്പെൻഡ് ആവുന്ന വഴി നമ്മൾ കംഫർട്ടബിൾ ആവും അല്ലേ? നമ്മളുടെ ഇപ്പം മിക്സി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ പണ്ടൊക്കെ വെള്ളം കോരുകയാണെങ്കിൽ ഇപ്പം മോട്ടർ യൂസ് ചെയ്യുന്നു അല്ലേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി എന്താണ്? കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ എല്ലാ മെഷീൻസും നമുക്കറിയാം എന്താണ്? അവർ എനർജി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അവർ എനർജി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഓവറായിട്ട് ഇവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, മെഷീൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നോട്ട് ഓൺലി ഇൻക്രീസസ് റിസോഴ്സ് ഡിപ്ലീഷൻ മാത്രമല്ല നടക്കുന്നത്, ആൻഡ് എനർജി കൺസപ്ഷൻ, റിസോഴ്സ് ഡിപ്ലീഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇലക്ട്രിസിറ്റി കറക്റ്റ് എന്താണ് സൂക്ഷിച്ച് യൂസ് ചെയ്യണമെന്ന് പറയും നമ്മളോട് അല്ലേ? സോ അവിടെ റിസോഴ്സ് ഡിപ്ലീഷൻ നടക്കുന്നു. അതുപോലെ തന്നെ എനർജി നമ്മൾ കൺസപ്ഷൻ നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, അത് ഡയറക്ട്ലിയോ അതല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ നമ്മുടെ ഹെൽത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Okay, the electromagnetic radiation from mobile towers and cell phones, the toxic gases released from industries, noise produced by various activities, and polluted water can seriously affect human health along with that of other animals and plants. അപ്പം ടെക്നോളജി വളരുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആകുന്നു, അത് ഓക്കെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എനർജി ഡിപ്ലീഷൻ ഉണ്ടാകുന്നു, കൺസപ്ഷൻ ഉണ്ടാകുന്നു, റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടാകുന്നു. അതുപോലെ നമ്മുടെ ഹെൽത്തിനെയും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഹെൽത്തിന് ഉണ്ടാകുന്നത്. ഒത്തിരി ടവറുകൾ കൂടും. നമ്മൾ എന്താണ് 4G 5G 6G ഒക്കെ ആകുമ്പോൾ എന്താണ്?
ടവറുകൾ കൂടുന്നു. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് കൂടും അല്ലേ? റേഡിയേഷൻ കൂടും, അത് പൊല്യൂഷൻ കൂടും. നമ്മുടെ വേരിയസ് ആക്ടിവിറ്റീസ് കൊണ്ട് പൊല്യൂഷൻ കൂടും. അത് നമ്മളുടെ ഹെൽത്തിനെ മാത്രമല്ല, നമ്മളുടെ കൂടെ തന്നെ മറ്റ് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ എന്താണ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പീപ്പിൾ ഷുഡ് നോ ദി ഇമ്പാക്ട് ഓഫ് ഓൾ സച്ച് ആന്ത്രോപോജനിക് എന്താണ് ആക്ടിവിറ്റീസ്. അപ്പോൾ എന്തുകൊണ്ട് അവെയർ ആകണം, പീപ്പിൾ എന്തുകൊണ്ട് എഡ്യൂക്കേറ്റഡ് ആവണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവെയർ ആകണം, അതിൻ്റെ രണ്ടാമത്തെ റീസൺ ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തെ റീസൺ എന്താണ്? ക്രേസി കൺസ്യൂമറിസം ലീഡ്സ് ടു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. അപ്പോൾ എന്താണ് കൺസ്യൂമറിസം? ക്രേസി ആയിട്ട് നമുക്ക് എന്താണ് വാങ്ങൽ വിൽക്കൽ വളരെ ചീപ്പായിട്ട് നമ്മൾ കാണുക, അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാം ഡേ ബൈ ഡേ എന്താണ് കൺസ്യൂമറിസം കൂടി നമ്മൾ വാങ്ങാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുകയാണ് അല്ലേ? വിത്ത് ഇൻക്രീസിങ് ബൈയിങ് കപ്പാസിറ്റി പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ഓവർ കൺസപ്ഷൻ. എന്താണ് നമ്മൾ ഓവറായിട്ട് എല്ലാത്തിനെയും എന്താണ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നോ ഡൗട്ട് ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് which is achieved through technological development. പക്ഷെ നമുക്കറിയാം നമ്മളിങ്ങനെ എന്താണ് ഇതൊക്കെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നുണ്ട്. പക്ഷേ എന്താണ് ദി വേസ്റ്റ്ഫുൾ അച്ചീവ്ഡ് ത്രൂ ദി വേസ്റ്റ്ഫുൾ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ ലീഡ്സ് ടു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. അപ്പം എന്താണ് വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ എല്ലാം എന്താണ് നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, പുറത്തു പോയി ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ എന്താ വീട്ടിലുണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാം നമ്മൾ കടകളെ ആശ്രയിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ സ്റ്റൈൽ കൂടും. നമുക്ക് എന്താണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒരു പക്ഷേ കൂടുതലായിരിക്കാം, പക്ഷേ അവിടെ എന്താണ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ആണ് സംഭവിക്കുന്നത്. Okay, so it is important to make people aware about harmful effects of environmental pollution on human health. At the same time, people should know how their activities influence the environment. അപ്പം എല്ലാവരും അറിയണം എന്തുകൊണ്ട് ആളുകളെ അവയർനെസ് ആളുകൾക്ക് എന്തുകൊണ്ട് അവയർനെസ് കൊടുക്കണം, അല്ലെങ്കിൽ ആളുകളെ എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർക്ക് എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ അവയർനെസ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അറിയണം എന്തൊക്കെ ഹാർംഫുൾ ഇഫക്റ്റ് ആണ് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്നത്, എന്തൊക്കെ എൻവയോൺമെന്റ് പൊല്യൂഷൻ ആണ് നമ്മൾ കാരണം ഉണ്ടാകുന്നത്, അത് കാരണം എന്തൊക്കെ ഹ്യൂമൻ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. നമുക്ക് മാത്രമല്ല നമ്മളുടെ ചുറ്റുമുള്ള എന്താണ് മറ്റ് ജീവജാലങ്ങൾക്കും നമ്മുടെ എൻവയോൺമെന്റിനും എന്തൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഈ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ അതിനുവേണ്ടി ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, അവെയർ ആയിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് the earth has a definite capacity to tolerate pollutants and sustain populations. Beyond that, the earth cannot assimilate. Okay, cannot assimilate waste and support life. How the earth's life support system works, what is the structure of its ecosystem, what are the principles on which it works are very important subjects that everyone should do. അപ്പം നമുക്കറിയാം പ്രളയം ഉണ്ടായിട്ടുണ്ട് അല്ലേ? 2-3 വർഷം കൊണ്ടൊക്കെ എന്താണ് പല സ്ഥലങ്ങളിൽ പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായത്. അതൊക്കെ എന്തുകൊണ്ടാണ് ശരിക്കും ഉണ്ടായത്? നമുക്കറിയാം പ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് വേസ്റ്റ്, പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മൾ വേസ്റ്റ് ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ ഈ നദികളിൽ കൊണ്ട് കളയുമായിരുന്നു അല്ലേ? നമ്മൾ അവിടെ കൊണ്ട് വലിച്ചെറിയുമായിരുന്നു. പക്ഷേ ഒരു പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു, തിരിച്ച് എല്ലാ വീടുകളിലും എത്തി എന്ന് പറയാം നമുക്ക് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിന് ടോളറേറ്റ് ചെയ്യാനൊരു പരിധി ഉണ്ട്. ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് തിരിച്ചടിക്കും അല്ലേ? അതുകൊണ്ടാണ് ഈ എൻവയോൺമെന്റൽ ഹസാർഡ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ നാച്ചുറൽ കലാമിറ്റീസിനൊക്കെ റീസൺ എന്താണ്, തീർച്ചയായിട്ടും മനുഷ്യരുടെ ഈ പ്രവൃത്തിയാണ്. അപ്പോൾ എല്ലാവരും അറിയണം എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ സിസ്റ്റം, അതിന്റെ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദി സിസ്റ്റം. ഓക്കെ, എന്തൊക്കെ പ്രിൻസിപ്പിൾ നമ്മൾ ഇതിനു വേണ്ടി എന്താണ് ഇതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാ കാര്യങ്ങളും എന്താണ് എല്ലാവരും ഇന്ന ബ്രാഞ്ച് പഠിക്കുന്നവർന്ന് മാത്രമല്ല എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാകണം. സോ ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രൊട്ടക്ട് ദി എർത്ത് ആൻഡ് അവർ എൻവയോൺമെന്റ്. അപ്പം നമ്മുടെ എർത്ത്, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാവരും എന്താവണം, എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം.
Thus, environmental studies is a very important and the most fascinating subject that is directly concerned with everyone. അപ്പം ഒരാളെയല്ല, ഒരു പെർട്ടിക്കുലർ എന്താണ് കാറ്റഗറി അല്ല, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീൽഡാണ്, എന്താണ്, ഒരു ബ്രാഞ്ചാണ്, ഒരു സബ്ജക്റ്റ് ആണ് എന്ത്, എൻവയോൺമെന്റൽ കെമിസ്ട്രി, എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എൻവയോൺമെന്റൽ കെമിസ്ട്രി അല്ല, എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അതുകൊണ്ട് എന്താണ്, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത് അല്ലേ, എങ്ങനെ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം, എങ്ങനെ നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാം എല്ലാവരും അറിയണം. അതിനുവേണ്ടിയാണ് ഇവർക്ക് ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കണം എന്ന് പറയാനുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വാട്ട് മെസ്സേജ് ഓഫ് എൻവയോൺമെന്റൽ കൺസർവേഷൻ ഡു വി ഗെറ്റ് ഫ്രം അവർ കൾച്ചറൽ ഹെറിറ്റേജ്? നമ്മളുടെ കൾച്ചറൽ ഹെറിറ്റേജിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മെസ്സേജ് ആണ് ഈ എൻവയോൺമെന്റൽ കൺസർവേഷനെ കുറിച്ച് നമുക്ക് കിട്ടുന്നത്? എന്തൊക്കെയാകാം? നമ്മുടെ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് എൻവയോൺമെന്റൽ കൺസർവേഷൻ. Our Vedas have glorified every aspect of nature including sun, water, rivers, mountains, animals, plants as gods and god. നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് നമ്മൾ എല്ലാത്തിനെയും ദൈവമായിട്ടാണ് കാണുന്നത് അല്ലേ. നമ്മൾ പറയാറുണ്ട് നമ്മുടെ എന്താണ്, നമ്മുടെ അനിമൽസ് ഉണ്ട് നമുക്ക് ദൈവമായിട്ട്, അതുപോലെ പ്ലാന്റ്സ് നമ്മൾ ദൈവമായിട്ട് കാണുന്നു, മൗണ്ടൻസ് അല്ലേ, ഹിമാലയം ഒക്കെ നമ്മൾ എന്താണ്, നമ്മളൊരു പുണ്യഭൂമിയായിട്ടാണ് കാണുന്നത്, റിവേഴ്സ് അല്ലെ, ഗംഗാ നദി, അതുപോലെ തന്നെ എന്താണ്, വാട്ടർ എന്താ, ജലദേവത എന്നൊക്കെ പറയും അല്ലേ, സണ്ണിന് സൂര്യദേവൻ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച്, നമ്മുടെ വേദങ്ങൾ അനുസരിച്ച് നമ്മൾ നേച്ചറിനെ ഒരു ദൈവമായിട്ടാണ് കാണുന്നത് അല്ലേ. സോ ദാറ്റ് പീപ്പിൾ ഹാവ് എ ഫീലിംഗ് ഓഫ് എന്താണ്, റിവർനെസ് ഫോർ നേച്ചർ. അതായത് നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടമുണ്ട് നമ്മുടെ നേച്ചറിനോട് അല്ലേ, നമുക്ക് എപ്പോഴും നമുക്കൊരു ആരാധനയുണ്ട് നമ്മുടെ നേച്ചറിനോട്. അവർ സോഷ്യൽ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് മേക്ക് us കെയർ ഫോർ ഫ്ലോറ ആൻഡ് ഫ്യൂണ. അതായത് എല്ലാ ജീവജാലങ്ങളെ, എല്ലാ ജന്തു എന്താണ്, സസ്യജാലങ്ങളെ നമ്മൾ എന്താണ് സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവരും ഇതിനോട് ചേർന്നതാണ് എന്നൊരു കൾച്ചറാണ് ഇന്ത്യൻസിനുള്ളത്. ഓക്കെ, സോ അവർ ആൻഷ്യൻ ടീച്ചിങ് എന്താണ്, പ്രീച്ച് ടോളറൻസ്, എന്താണ്, കണ്ടെയ്ൻമെന്റ് ആൻഡ് ഹെൽപ്ഫുൾനെസ്. അപ്പം എന്താണ്, എല്ലാവരെയും സഹായിക്കണം, ടോളറൻസ്, സഹനം ഉണ്ടാകണം, എല്ലാവരെയും എന്താണ് സംരക്ഷിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചറാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഉണ്ടാകുന്നത്. നമ്മളുടെ പാരമ്പര്യം, നമ്മുടെ ഹെറിറ്റേജ് നമ്മളെ ശീലിപ്പിക്കുന്നത് എന്താണ്, ആ ഒരു രീതിയിലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലും ഏറെക്കുറെയൊക്കെ എന്താണ്, ഏറെക്കുറെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വേദാസ്, നമ്മുടെ എന്താണ് കൾച്ചർ പറയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ലൈഫ് സ്റ്റൈലും ടെക്നോളജീസോ കൂടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെയോ നമ്മുടെ എന്താണ് സറൗണ്ടിങ്ങോ ഒന്നും ശ്രദ്ധിക്കാറില്ല. എപ്പോഴും നമ്മുടെ സൗകര്യങ്ങൾ മാത്രം നോക്കി പോകുന്നു. താൽക്കാലികമായി അത് നമുക്കൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഭാവിയിൽ എന്താണ്, അത് നമുക്കും ഒരു എന്താണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഹാനികരമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, religions like Buddhism and Jainism call for non-violence and use of minimal resources. കുറച്ച് മാത്രം സാധനങ്ങൾ യൂസ് ചെയ്യുക, നോൺ വയലൻസ്, അഹിംസയുടെ പാത പിന്തുടരുക. അതൊക്കെയായിരുന്നു ബുദ്ധിസവും ജൈനിസവും ഒക്കെ എന്ത് ഫോളോ ചെയ്യുന്നത്. There are innumerable examples and quotes that point towards care for mother. നമ്മുടെ എന്താണ്, ഭൂമി മാതാവ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഈ മദർ എർത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കോട്സ് ആണെങ്കിൽ ഒരുപാട് പോയിന്റ്സും ഒരുപാട് എക്സാമ്പിൾസും ഒക്കെ എന്താണ് ഈ എല്ലാ വേദങ്ങളും പറയുന്നുണ്ട്. The teaching of the 15th century saint environmentalist Guru Jambeshwar ji have remarkable significance for environmental conservation. He preached about conservation of biodiversity, and a creed of Bishnois was created who followed his 29 commandments. In those times, he could force that if trees are protected, wildlife would be sustained and people would survive. There is an unparalleled example of sacrifice by 363 Bishnoi women and men who lie down their lives protecting the cherry tree in Rajasthan. The popular Chipko movement of 1973 derived inspiration from those great sacrifices of 1730 led by Amrita Devi, who laid her life saying, if a tree is saved from felling at the cost of one's head, it should be considered as a cheap bargain. അപ്പോൾ എന്താണ്, ഇതെല്ലാം നമ്മുടെ പഴയ സിസ്റ്റം ആണെങ്കിലും എല്ലാം പറയുന്നത് എന്താണ്, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് എപ്പോഴും പറയുന്നത്. നമ്മൾ എന്താണ് ട്രീസിനെ, നമ്മുടെ സറൗണ്ടിങ്ങിനെ, നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ എർത്തിനെയൊക്കെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് എല്ലാ സിസ്റ്റവും, എല്ലാ എന്താണ് ജാതി മതങ്ങളും പറയുന്നത് അതിനെക്കുറിച്ച് തന്നെയായിരുന്നു. ഓക്കെ.
ഇനി Indian environmentalists in contemporary time are also working for the cause of environment. അപ്പോൾ എന്താണ് നമ്മളുടെ മോഡേൺ ഇന്ത്യയിലാണെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള എല്ലാ ഈ സമയങ്ങളിലാണെങ്കിലും എന്താണ് എൻവയോൺമെന്റലിസ്റ്റ് നമ്മുടെ സാമൂഹിക എന്താണ് ആളുകൾ അല്ലേ നമ്മുടെ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു ഇതിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ മോഡേൺ ഇന്ത്യ our late Prime Minister Mrs. Indira Gandhi was instrumental in introducing the concept of environmental protection in the Constitution of India as a fundamental duty. അപ്പം നമുക്കറിയാം നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് തന്നെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് കുൽദീപ് സിംഗ് popularly known as the Green Judge and Sri M.C. Mehta, the Green Advocate, have immensely contributed the cause of environment. In 1999, the Supreme Court of our country issued directives to make all curricula environmental or അപ്പം എന്താണ് എല്ലാ കരിക്കുലവും എല്ലാ സ്റ്റഡി എന്താണ് നമ്മുടെ കരിക്കുലവും എന്താകണം എൻവയോൺമെന്റ് ഓറിയന്റഡ് ആകണം. ഇൻ 1991 സുപ്രീം കോർട്ട് അങ്ങനെ ഒരു എന്താണ് ഡയറക്റ്റീവ് produce ചെയ്യുന്നത്. This directive was in fact in response to a public interest litigation filed by M.C. Mehta vs. Union of India that prompted the Apex Court to give a mandate for creating environmental awareness among all citizens of India. Based on the judgment by Kuldeep Singh, environmental studies is now being taught as a compulsory course to all students. നമ്മൾ പല ക്ലാസ്സുകളിലും പഠിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ തൊട്ട് നമുക്ക് ഇച്ചിരി വേറെ എന്താണ് വിവേകവും നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായം തൊട്ട് ഒരു 7-8 ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ എന്താണ് കറക്റ്റ് 7-8 അല്ല അതിന് കുഞ്ഞു ക്ലാസ്സുകളോടും പഠിക്കുന്നുണ്ടല്ലേ. നമ്മൾ ചെടികളെ നശിപ്പിക്കാൻ പാടില്ല, നമ്മൾ ഒന്നിനെ നോവിക്കാൻ പാടില്ല, മറ്റ് ജീവികളെല്ലാം നമ്മുടെ സഹജീവികളാണ് എന്ന രീതിയിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ തൊട്ടേ എന്താണ് EVS എൻവയോൺമെന്റൽ സ്റ്റഡീസ് നമ്മൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കോഴ്സിനും പ്രത്യേകമായിട്ടല്ല എല്ലാ കോഴ്സുകാരും എന്ത് ചെയ്യണം ഈ എൻവയോൺമെന്റൽ അവയർനെസ് ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാ കരിക്കുലത്തിലും എന്തുണ്ടാകണം ഇങ്ങനൊരു പാർട്ട് ഉണ്ടാകണം എന്ന് എന്ത് ചെയ്തു നമ്മുടെ കണ്ടംപററി ടൈമിലുള്ള എൻവയോൺമെന്റലിസ്റ്റ് സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, പിന്നെയാണ് എന്താണ് സുന്ദർലാൽ ബഹുഗുണ ഈസ് നോൺ ഫോർ ഹിസ് ചിപ്കോ മൂവ്മെന്റ് ആൻഡ് തെറി ഇച്ചാവോ ആന്തോളൻ. ഓക്കെ, സോ ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറയുന്നതെല്ലാം എന്താണ് നിങ്ങൾ വായിച്ചിരിക്കുക, നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ മേധ പട്കർ ആൻഡ് മിസ്സിസ് അരുന്ധതി റോയ് ഉണ്ട്. നർമ്മദ ബച്ചാവോ ആന്തോളനകത്ത് വരുന്നവരാണ്. നിങ്ങളോട് ചോദിക്കാം നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ളവരുണ്ട്. അതായത് മേധ പട്കറും അരുന്ധതി റോയിയുമാണ്. പിന്നെന്താണ് ഇങ്ങനെ ഓരോ രാജേന്ദ്ര സിംഗ് ഈസ് നോൺ ഫോർ ഹിസ് വാട്ടർ കൺസർവേഷൻ എഫേർട്സ് ആൻഡ് പോപ്പുലർലി നോൺ ആസ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം വാട്ടർമാൻ ഓഫ് ഇന്ത്യ ആരാണ്? രാജേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, പിന്നെന്താണ് മേനക ഗാന്ധി ഫോമർ എൻവയോൺമെന്റ് മിനിസ്റ്റർ എന്താ പറഞ്ഞത് ലോട്ട് ഓഫ് കോസ് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അനിൽ അഗർവാൾ ദി ഫൗണ്ടർ ചെയർമാൻ ഓഫ് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് പബ്ലിഷ് ദി ഫസ്റ്റ് സിറ്റിസൺ റിപ്പോർട്ട് ഓഫ് എൻവയോൺമെന്റ്. Miss Sunita Narain now heads his center. Okay, പിന്നെന്താണ് G.D. Agarwal, a renowned scientist and a civil engineer, has been deeply involved in Ganga Bachao ആന്തോളൻ. അപ്പോൾ ഈ ഓരോന്നും ആരാണ് ലീഡ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് അതുമായി ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ക്വസ്റ്റ്യന് ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. അപ്പം കറക്റ്റായിട്ട് ഈ പോയിന്റ് എല്ലാം വായിച്ച് പഠിക്കുക. ഓക്കെ, ഇനി environmental concern and recognition at the international level. Environmental issues received international attention about 35 years back in Stockholm Conference held on 5th June 1972. Since then, all over the world we celebrate World Environment Day on 5th June. നമുക്കറിയാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം എന്താണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പരിസ്ഥിതി ദിനം എന്നാണ് 5th ജൂണിനാണ്. അത് ഏത് മീറ്റിലാണ് അല്ലെങ്കിൽ ഏത് കോൺഫറൻസിലാണെന്നുള്ള കാര്യം ചോദിക്കാം. എന്താണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസിലായിരുന്നു 1972 അത് ഡിസൈഡ് ചെയ്ത്. ഓക്കെ, at the United Nations Conference on Environment and Development held at Rio de Janeiro in 1992, popularly known as Earth Summit, and 10 years later World Summit on Sustainable Development held at
Johannesburg in 2022 key issues of global environmental concern were highlighted. അപ്പോൾ ഈ എന്താണ് സമ്മിറ്റിന്റെ കാര്യമൊക്കെയും അല്ലെങ്കിൽ ഈ എന്താണ് കോൺഫറൻസിന്റെ കാര്യവുമൊക്കെ പഠിച്ചിരിക്കാം. Attention of general public was drawn towards the deteriorating environmental conditions all over the world. എങ്ങനെയാണ് നശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ എന്തൊക്കെ ഹാർംഫുൾ ഇഫക്റ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ എല്ലാ കോൺഫറൻസിലും ഡിസ്കസ് ചെയ്തത്. Award of the Nobel Peace Prize in 2004 and 2007 to environmentalists shows increasing global concern towards environmental issues and recognition to efforts being made for environmental conservation and protection. അപ്പം environmental conservationനും പ്രൊട്ടക്ഷനും വേണ്ടി വർക്ക് ചെയ്തവർക്ക് എന്ത് ചെയ്തു? നോബൽ പീസ് പ്രൈസ് 2004ലും 2007ലും കിട്ടി എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മുടെ എൻവയോൺമെന്റൽ കൺസേൺ അത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യവും കൂടിയായിരുന്നു. ഓക്കെ, ഇത് നോബൽ പ്രൈസിന്റെ കാര്യമാണ്. 2004ലും 2007ലും എന്താണ് എൻവയോൺമെന്റലിസ്റ്റിനാണ് കിട്ടിയത്. 2004ൽ ആർക്കാണ് കിട്ടിയത്? കെനിയൻ എൻവയോൺമെന്റലിസ്റ്റ് ആയ വാങ്കരി മാത്തായി for her contributions to sustainable development, democracy and peace. ഈ ഒരു ടോപ്പിക്കിനായിരുന്നു അവർക്ക് കിട്ടിയത്. This is the greatest recognition given to the cause of environment at international level. Okay, the Norwegian Nobel Committee while awarding the prize expressed the views peace on earth depends on our ability to secure our living environment. Okay, ഇങ്ങനത്തെ അവർ പറഞ്ഞ എന്താണ്? നമ്മളുടെ പീസ് ഓൺ എർത്ത്, അതായത് നമ്മളുടെ ഭൂമിയിലുള്ള നമ്മുടെ സമാധാനം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമുക്ക് നമ്മുടെ ലിവിങ് എർത്തിനെ സെക്യൂർ ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. മാത്തായി, Kenya's Deputy Environment Minister, is the founder of Kenya-based Green Belt Movement. ഒരു ഫൗണ്ടർ ഓഫ് കെനിയ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ ഓർത്തിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നോബൽ പ്രൈസ് കിട്ടിയ വർഷവും അല്ലെങ്കിൽ ആർക്കാണ് കിട്ടിയത് ആ പേരും ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ എന്താണ് 2007ൽ കിട്ടിയ ആർക്കായിരുന്നു? പച്ചൗരി എന്ന് പറയുന്ന എന്താണ് UN ഡോക്ടർ ആർ കെ പച്ചൗരിക്കാണ് കിട്ടിയത്. ഫോമർ US വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ അതും ഓർത്തിരിക്കുക. പിന്നെ ഗ്രീൻ അഡ്വക്കേറ്റ് ആയ MC മേത്ത എന്ത് ചെയ്തു? പത്മശ്രീ കിട്ടി. 2016ൽ നമ്മുടെ എൻവയോൺമെന്റൽ വർക്കിന് വേണ്ടിയുള്ള പത്മശ്രീ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഇനി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എഫേർട്സ് അറ്റ് നാഷണൽ ലെവൽ. A full-fledged ministry named Ministry of Environment and Forest since 1986 is looking after all environment related issues and framing guidelines, policies and legislations for environment. അതായത് നമുക്ക് 1986 മുതൽ നമുക്ക് ഇതിനു വേണ്ടി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഫോറസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഒരു പ്രത്യേകം ഒരു മിനിസ്ട്രി തന്നെയുണ്ട്. ഓക്കെ, അതിൽ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ എൻവയോൺമെന്റൽ എല്ലാ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ് അതിനു വേണ്ട ഗൈഡ് ലൈൻസിനെ കുറിച്ചും പോളിസീസിനെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് എക്കോമാർക്ക് എന്ന് വെച്ചാൽ? കൺസെപ്റ്റ് ഓഫ് എക്കോമാർക്ക് എന്താണ്? In order to increase consumer awareness about environment, the government of India has introduced a scheme of eco-labeling of consumer products as ecomark in 1991. അപ്പോൾ ഓർത്തിരിക്കുക, ഇക്കോമാർക്ക് വന്ന എന്നാണ് 1991ലാണ്. ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് ഇക്കോ ലേബലിംഗ് ഓഫ് കൺസ്യൂമർ പ്രോഡക്റ്റ് ആണ്. It is an earthen picture, a symbol of eco-friendliness and our traditional heritage. Okay, so ഇതാണ് നമ്മുടെ ഇക്കോമാർക്ക് ഓഫ് ഇന്ത്യ. A product that is made, used or disposed of in a harmless manner is called eco-friendly and is awarded this ecomark. അപ്പം എപ്പോഴാണ് ഇക്കോമാർക്ക് കിട്ടുന്നത്? ഒരു പ്രോഡക്റ്റ് അത് ഉണ്ടാക്കുമ്പോഴോ അതല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുമ്പോഴോ ഒന്നും ഒരു ഹാംലെസ് മാനറിലല്ല എങ്കിൽ അത്തരം പ്രോഡക്ട്സിന് എന്ത് കിട്ടും? അത്തരം പ്രോഡക്ട്സ് ഇക്കോ ഫ്രണ്ട്ലി ആണ്. സോ ഇങ്ങനെയുള്ള പ്രോഡക്ട്സിന് എന്ത് കിട്ടും? ഇക്കോമാർക്കും കിട്ടുന്നു. ഇനി ഇക്കോ ക്ലബ്സ് ആണ്. അതും മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഹാസ് സെറ്റ് അപ്പ് ഇക്കോ ക്ലബ്സ് ഇൻ സ്കൂൾസ് ഫോർ ഇൻവോൾവിംഗ് സ്കൂൾ ചിൽഡ്രൻ ഇൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് ലൈക്ക് ട്രീ പ്ലാന്റേഷൻ ആൻഡ് ഫോർ അവയർനെസ് ഡ്രൈവ്. നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവും നേച്ചർ ക്ലബ്ബ് അല്ലെങ്കിൽ ഇൻവയോൺമെന്റൽ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളപ്പോൾ എന്ത് ചെയ്യും? പ്ലാന്റുകൾ നടും അല്ലേ, നമ്മൾ അവരെ സംരക്ഷിക്കും, നമ്മൾ അവർക്ക് വെള്ളം ഒഴിക്കും അല്ലേ, അതിനു വേണ്ടിയൊക്കെ
നേച്ചർ കൺസേൺഡ് ആയ ഒരു ക്ലബ്ബ് ഉണ്ടാവും. എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്തുണ്ടാകും? ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബ് അവിടെ ഉണ്ടായിരിക്കും. Children are encouraged to participate in environmental awareness campaigns on Earth Day, World Environment Day and World Day for Water. ഇപ്പം എന്താണ് ഓരോ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്ത ഡേയ്സിലൊക്കെ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ പല എന്താണ് സെമിനാർ കണ്ടക്ട് ചെയ്യും, പല കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ എന്താണ് കുട്ടികളിൽ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നു അവിടെ. അടുത്തതാണ് ഇക്കോ ടാസ്ക് ഫോഴ്സ്. Army men are involved in various environment protection activities under Eco Task Force. Environmentalism should not be taken as a fashion. It is a real life situation. Only when each one of us is aware about Earth, its working principles, its influence on us and our impact on it would be able to think in eco-friendly way. For achieving the goals of environment protection, the efforts by government alone are not enough. The mindset of people, their lifestyle and approach are very important, and for this environment awareness and education would play the most important role. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞൊരു ഗവൺമെന്റ് അല്ല അല്ലെങ്കിൽ മറ്റുള്ളവരല്ല ഇതൊന്നും ചെയ്യണം, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ഭൂമി എങ്ങനെയാവണം, നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാവണം, നമുക്ക് എങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഹാംഫുൾ ആക്ടിവിറ്റീസ് ആണ് അതിനി എങ്ങനെ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കുടുംബം അവരൊക്കെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുക അല്ലേ. ഓരോരുത്തരും ഇതിൽ ഇൻവോൾവ് ആവുക, ഓരോരുത്തരുടെയും ആവശ്യമായിട്ട് കാണുക, ഓരോരുത്തരുടെയും കടമയായിട്ട് കണ്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുള്ളതാണ്. സോ ഓരോരുത്തരുടെയും മനസ്സിൽ, ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് കിട്ടണം? അവയർനെസ് കിട്ടണം അല്ലേ. എല്ലാ കാര്യങ്ങളും ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുക, അല്ലെങ്കിൽ എന്താണ് ഈ പ്ലാസ്റ്റിക്കും ഈ വേസ്റ്റും എല്ലാം മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ട് എറിയുക. നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ഇപ്പൊ എന്താണ് നല്ല ക്ലീൻ ആണ്, പക്ഷെ എന്താണ് നമ്മൾ ഉണ്ടാക്കിയ നമ്മളുടെ വേസ്റ്റ് നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാതെ വലിച്ചെറിയുക. അതൊക്കെ എന്താണ് അത് നമുക്കൊരു ഹസാർഡസ് വേ ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ദീസ് വേസ്റ്റ് ആണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. Participation of youth and small children in various environmental campaigns has increased over the years, which is a welcome sign. അപ്പോൾ ഇപ്പം വരുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് ക്ലബ്ബുകളാണെങ്കിലും ശരി, ഒരുപാട് സ്കൂളുകളാണെങ്കിലും ഒരുപാട് കുട്ടികളും ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. അവരെന്താണ് എൻവയോൺമെന്റൽ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് എന്താണ് അവർ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ യൂത്ത് ആണെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവർ ഇപ്പം എന്താണ് കൺസേൺഡ് ആണ്, എൻവയോൺമെന്റൽ കൺസേൺഡ് ആണ്. സോ നമ്മൾ ഓരോരുത്തരും കൺസേൺഡ് ആവണം. നമ്മൾക്ക് ഷെയർ ചെയ്യാവുന്ന, നമുക്ക് എന്താണ് അവയർനെസ് കൊടുക്കാവുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കണം. നമ്മളായി നമ്മളുടെ പരിസ്ഥിതിയെ നശിപ്പിക്കില്ല, അല്ലെങ്കിൽ എന്താണ് അതിന് ഹാനികരമായ ഒരു ആക്ടിവിറ്റീസും ചെയ്യില്ല എന്നൊരു ഉറച്ച പ്രതിജ്ഞ നമ്മളിൽ എല്ലാവരും എടുക്കണം. സോ എന്താണ് നിങ്ങൾക്കോട് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ് ഇതിന്റെ ആവശ്യം, എന്തിനാണ് ആളുകൾക്ക് പബ്ലിക് അവയർനെസിന്റെ ആവശ്യം എന്താണ്? സോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടെക്സ്റ്റ് വായിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയല്ല നിങ്ങളുടെ അറിവിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാം. കാരണം കുഞ്ഞു ക്ലാസ്സുകൾ തൊട്ടേ നിങ്ങൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ നീഡെന്ന് ശരിക്കും ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതെല്ലാം വെച്ച് നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് നന്നായിട്ട് എക്സാമിന് ഒരു എസ്സേ ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഭാഗമാണ്. നന്നായി എഴുതാൻ കഴിയട്ടെ, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.